ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അത് രാവിലെ തന്നെ ഇപ്പോൾ രാവിലെ 6 മണിയാണ്. നമ്മൾ സുബഹി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇവിടുക്കപ്പോൾ ഇതൊക്കെ ചുറ്റി കെട്ടി വന്നിട്ട് രസമില്ല. രാവിലെ തന്നെ ഇവിടേക്കല്ല വോട്ട് ചെയ്യാൻ പോകട്ടെ. അപ്പോൾ ഞാൻ വിളിച്ചേക്കാൻ വോട്ട് ചെയ്യാൻ പോകും. ഫസ്റ്റ് വോട്ട് നമുക്ക് കിട്ടണം. അങ്ങനെ വാശൊന്നുമില്ല കേട്ടോ. അത് ഉമ്മ പറഞ്ഞിട്ട് നേരത്തെ പോകുക. കാരണം പിന്നെ ഈ എന്താ പറയുക, നല്ല വെയിലും ചൂടൊക്കെ ഉള്ള സമയമല്ലേ. അപ്പോൾ പിന്നെ തിരക്കൊക്കെ ആയാലേ അവിടെ നിന്ന് കാണാൻ ബുദ്ധിമുട്ടുണ്ടാച്ചിട്ട് രാവിലെ തന്നെ ചായക്ക് നമ്മൾ കിച്ചണിലേക്ക് ഇറങ്ങണതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ വോട്ട് ചെയ്ത് വരാമെന്ന് പറഞ്ഞ കേട്ടോ. അപ്പോൾ വേഗം ഒരു 6:30 ഒക്കെ ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ വിചാരിച്ചു. ഇവിടെ ഒരു 2 കിലോമീറ്റർ അപ്പുറമാണ് മനാട്ടി എന്ന സ്ഥലത്ത്, മനാട്ടിയിൽ ഒരു മദ്രസയിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വണ്ടിക്ക് പോകാനുണ്ട്. ഇപ്പോൾ ഇതാ ഒന്നിങ്ങനെ കുറച്ച് സമയമുണ്ട്. ഇങ്ങനെ ഒരു 6:30 ആയിക്കോട്ടെ വെച്ചിട്ട് വെയിറ്റ് ചെയ്യണം. കാരണം 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യല്. അവർ ആള് വരണ്ടേ, നമ്മൾ നേരത്തെ തന്നെ പോയിട്ട് കാര്യമില്ലല്ലോ, ആളൊക്കെ വരണ്ടേ. അപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ വന്ന് ഇത് പുളിമ്പുത്തൊക്കെ ഓപ്പണായി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പിന്നെ 7 മണിയാവുന്നതാണ്. അപ്പം ഞാൻ ചുമ്മാ ഒരു ഹിജാബൊക്കെ ചുറ്റി സമയം ഉണ്ടായപ്പോൾ നമ്മൾ ക്യാമറ ഒന്ന് ഓണാക്കി. എന്നാൽ പിന്നെ ഒരു വോട്ടിൻ്റെ കണ്ടൊരു നമുക്കൊരു വ്ളോഗാക്കാമെന്ന് വിചാരിച്ചു. എന്തെല്ലാം അല്ലേ കണ്ടൻറ്റുകൾ. അപ്പോൾ ഇതാ നമ്മളൊരു മോയ്സ്ചറൈസിങ് ക്രീം കൊടുക്കുന്നുണ്ട് കേട്ടോ ഫേസിൽ. വേറെ പ്രത്യേകിച്ചൊന്നും ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ പുറത്ത് പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് മുഖത്തിടുക എന്നുള്ളൊരു ശീലമാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഹോസ്പിറ്റൽ കേസ് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ എന്തെങ്കിലുമൊക്കെ പൂക്കിലാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ക്രീം മുഖത്തിടും കേട്ടോ. മോയ്സ്ചറൈസിങ് ക്രീമോ ഇനി പകലല്ല വെയിലത്തൊക്കെ പോകുകയാണെങ്കിൽ സൺക്രീം ഉപയോഗിക്കില്ല കേട്ടോ. അപ്പോൾ അത് സൺക്രീമിൻ്റെ ആവശ്യമില്ല. 6 മണി ലൈറ്റുള്ളൂ. പക്ഷേ 6 മണിയായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിയർക്കുണ്ട്, കണ്ടില്ല, നല്ല വിയർക്കുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ റൂമിൽ ഫാൻ ഇട്ടിട്ടില്ല. കാരണം പിന്നെ ഫാൻ ഇടുമ്പോൾ അതിൻ്റെ ശബ്ദം കൊണ്ട് നമ്മളെ വോയിസിന് ഡിസ്റ്റർബ് ആകണ്ട വിചാരിച്ചിട്ട് ഫാൻ ഉപയോഗിച്ചിട്ടുമില്ല. അവിടെ നല്ല വിയർപ്പ് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇത് കാണുമ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും ഏത് മോയ്സ്ചറൈസിങ് ക്രീമാണ്, ഏത് കമ്പനിയാണെന്നൊക്കെ. അങ്ങനെ കമ്പനി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ കമ്പനി അല്ല തോന്നുന്നു, കാക്ക ഗൾഫിൽ നിന്ന് കൊടുക്കുന്നതാണ്. ഇതാ 6 ഇമേജ് സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇത് കുട്ടികളെ ക്രീമട്ട. അവരെ പറഞ്ഞില്ല, കുട്ടികളെ റൂമിലാണ് നിന്ന് കുട്ടികളെ അൾമാരിൽ നിന്ന് കിട്ടിയതാണ്. അവരെ എപ്പോഴെങ്കിലൊക്കെ ഒന്നിങ്ങനെ മുഖത്തിടുന്നതാണ്. അപ്പോൾ അതെടുത്ത് ഞാനൊന്ന് മുഖത്തിട്ടാണ്. അവരെ ക്രീം പിന്നെ കഴിയലില്ല, എപ്പോഴെങ്കിലൊക്കെ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഏതായാലും സമയമായിട്ടുണ്ട് തോന്നുന്നു. ഇത്രയൊക്കെ മതി. ഓക്കെ, ഞാൻ അതെല്ലാം വോട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ അത് വോട്ട് ചെയ്ത് ഏത് ചിഹ്നം ആർക്ക കുത്തുന്നതൊന്നും ഞാൻ പറഞ്ഞില്ല. ഏതായാലും നമുക്ക് എന്താ പറയുക, ഫേവറായ ഒരാളുണ്ടല്ലോ, അത് വോട്ടൊക്കെ ചെയ്തിട്ട് വരാം. നമ്മൾ കൈമല മഷിയൊക്കെ ഇട്ട് വരട്ടാ. അപ്പോൾ ഓക്കെ, താങ്ക് യു. അന്ന് പറ്റുകയാണെങ്കിൽ വീഡിയോ എടുക്കട്ടെ. അങ്ങനെ പറ്റുമോ ഇല്ല എനിക്കറിയില്ല. പറ്റുകയാണെങ്കിൽ എടുക്കാം. ഓക്കെ, ഞങ്ങളിതാ ഇറങ്ങിയിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട്. ഉപ്പയും ഉമ്മയും ഞാനും കൂടിയാണ് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്ക് വോട്ടുള്ളൂ. ബാക്കിയുള്ളവരൊന്നും ഇപ്പോൾ ഇവിടെ നാട്ടിലില്ല. എല്ലാവർക്കും വോട്ടൊക്കെ ഉണ്ട്, പക്ഷേ ആരും നാട്ടിലില്ല. വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സും നാട്ടിലില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് 3 വോട്ടേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 ആൾ ഇതാ ഞാൻ പറഞ്ഞ മദ്രസയിലെത്തി. മനാട്ടി മദ്രസയിലാണ് നടക്കുന്നത്. അവിടെ എത്തിയപ്പോൾ ഇതാ അവിടുത്തെ ഉദ്യോഗസ്ഥരും മറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ ഒരു 6:45 ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ അങ്ങനെ അവിടെ ഒക്കെ ഓരോ ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മളെ ആധാറും എന്താണ് വോട്ടിംഗ് പേപ്പർ കൈ പിടിച്ച് കറക്റ്റ് 7 മണിയായപ്പോൾ അതാ ഇവിടുന്നൊക്കെ ആൾക്കാർ വന്ന് ഗ്രൗണ്ടിൻ്റെ പകുതിയായിട്ട് ക്യൂ. ഏതായാലും ഞങ്ങൾ വോട്ടൊക്കെ ചെയ്തു. ഞങ്ങൾ ഫസ്റ്റ് തന്നെ കയറിട്ടാ. അതിൻ്റെ അവിടെ പോയി നീന് വരാൻ ഫസ്റ്റ് ചെയ്തു. തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഞാൻ പറഞ്ഞല്ല, ഒന്നും കഴിക്കാതാണ് പോയത്. അപ്പോൾ ഓടി വന്ന് വേഗം ഒരു കാൽച്ചായ ഉണ്ടാക്കിയാണ് കേട്ടോ. കാൽച്ചായ രാവിലെ തന്നെ കുടിക്കണം, അല്ല ഞാൻ ഒരു ഉന്മേഷം കിട്ടുള്ളൂ എനിക്ക്. അപ്പോൾ അതാ വേഗം ഒരു കപ്പ് ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ കഴിക്കാനും. ഇവിടെ വേറെ ആരൊക്കെയോ മുട്ട പുഴുങ്ങിയതും കാൽച്ചായൊക്കെ കുടിച്ചിട്ട് പോയത് ടൈമുണ്ട് ബാക്കിയിരിക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ കാൽച്ചായൻ്റെ വയറ്റിക്ക് ചെന്നപ്പോഴാണ് എന്തായത് ഒരു ഉന്മേഷമൊക്കെ കിട്ടിയല്ലേ ടീനുട്ടാ. അപ്പോൾ അതാ നമ്മൾ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് പത്തിരിയും കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ പത്തിരി ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു ഹെൽപ്പിന് താത്ത വരുന്നുണ്ട്. ആ താത്ത പത്തിരി വാട്ടി കുഴച്ചിട്ട് വെച്ചിട്ടുണ്ട്, ഉരുളൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി പ്രസ് ചെയ്യാനും ചുടാനുള്ളത് ഇപ്പം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പണി വേണ്ടല്ലേ. അപ്പോൾ ഏതായാലും പ്രസ് ചെയ്ത് ചുടൽ തുടങ്ങിയിട്ടുണ്ട്. കറി പിന്നെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. കറി നല്ല ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
വീട്ടിൽ കുറച്ച് കൂടുതൽ ഇപ്പോൾ എല്ലാവരും ഉണ്ടായതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ വേണ്ട പത്തിരിയൊക്കെ. മറ്റേ ഞാനും കുട്ടികളും ഒറ്റക്കായ സമയത്ത് കുറച്ചുണ്ടാക്കിയാൽ മതി. എനിക്കിപ്പോൾ ഏതായാലും കൂടുതലൊക്കെ സാധനങ്ങളൊക്കെ അളവിൽ കൂടുതൽ ഉണ്ടാക്കിയിട്ട് വേണം. നമ്മൾ പത്തിരിയൊക്കെ ഒറ്റ പൊള്ളനായിട്ട് പൊന്തി വരുന്നുണ്ട്. നമ്മൾ താത്താൻ്റെ പത്തിരി വാട്ടലും പത്തിരി കുഴക്കലൊക്കെ സൂപ്പർ ഇട്ടാ, നല്ല നന്നായി കിട്ടും. ഞാൻ ഉണ്ടാക്കിയ അത്ര നന്നോരട്ടാ. ഞാൻ പത്തിരി ഉണ്ടാക്കിയ കാണാൻ ബലം പിടിച്ചുകൊണ്ടിരിക്കണു. അപ്പോൾ ഇതാ ചായ പരിപാടിയൊക്കെ ഒരു 9 മണിയായപ്പോൾ എന്താ കുട്ടികളൊക്കെ എണീപ്പിച്ച് എല്ലാവർക്കും ചായയും എല്ലാവരും കുടിച്ചിട്ടാ. ഇനി ബാക്കി ഇതാ ഒരു പീസ് ബാക്കിയൊക്കെ എൻ്റെ മോള് പോയിട്ടുണ്ട്. അപ്പോൾ അവളെ തന്നെ തിരിച്ച് വിളിച്ച് വായിൽ കുത്തി തീരുകയായിരുന്നു. ഓക്കെ, അങ്ങനെ രാവിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. കേക്കിൻ്റെ വീഡിയോ, ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ 4 ദിവസം മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഒരു ബ്രെഡ് ട്യൂബിൻ്റെ കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു 4 ദിവസം മുമ്പ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാനവിടെ എടുത്ത് വെച്ചിരുന്നു. അതേപോലെ ഡേ മൈ ലൈഫിൻ്റെ ഇതിലേതെങ്കിലും ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ഉച്ചക്കത്തും രാത്രികത്തും അങ്ങനെ വൈകുന്നേരം വരെ ഏതായാലും വീഡിയോസ് ഒന്നും എടുക്കണില്ല. അപ്പോൾ പിന്നെ ഇതിൽ നമ്മൾ കേക്കിൻ്റെ വീഡിയോ ആഡ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. ഇതിന് എൻ്റെ മുത്തമ്മാൻ്റെ മോളെ ബ്രെഡ് ട്യൂബിയാണ്. അപ്പോൾ അതിന് വേണ്ടി കിട്ടിയ ഓർഡറാണ് കേട്ടോ. അപ്പോൾ അതാ ഒരു ബ്രൗൺ കളറ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് ക്രീമിലൊക്കെ. ചോക്ലേറ്റ് കേക്കാണ്, പക്ഷേ ക്രീമിൽ ചോക്ലേറ്റ് അല്ല കേട്ടോ കൊടുത്തിട്ടുള്ളത്, കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, ജെൽ കളറാണ് കൊടുത്തിട്ടുള്ളത്. മോളെ ഡ്രസ്സ് ഒരു ബ്രൗൺ ഗൗണാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് മാച്ചായിട്ടുള്ളൊരു കേക്ക്, ആ കളറിൽ വരുന്നൊരു കേക്ക് മതി. പിന്നെ ഡിസൈനും കാര്യമൊക്കെ നമ്മൾ ഇഷ്ടത്തിന് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ബ്രെഡ് ട്യൂബിക്ക് സാധാരണ ഉണ്ടാവുമല്ലോ ഒരു ഗേളിൻ്റെ ഫോട്ടോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ഗേളിൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതിൽ വെക്കാനിട്ടാ. കേക്കിൻ്റെ ഒരു മെയിൻ പണി എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ മിനുസപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. ആദ്യമൊക്കെ ഭയങ്കര ടഫ് ആണ് കേട്ടോ. ഇങ്ങനെ മിനുസപ്പെടുത്തിയെടുക്കുക ഒരുപാട് സമയം എടുത്തിട്ടാ. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പരിപാടി തീർക്കും. എങ്ങനെയാവും അങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ആയതേക്കാരം. കണ്ടില്ല, ഒരു ഭാഗം താന്നിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം നമുക്ക് പൊങ്ങി കൊടുക്കാൻ വേണ്ടി അവിടെ കുറച്ചും കൂടിയൊക്കെ ക്രീമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം മുകളിലെല്ലാം ഒരേപോലെ വരണമല്ലോ. അപ്പോൾ നമ്മൾ കേക്കൊന്ന് നല്ല ഷേപ്പാക്കി എടുക്കലൊക്കെ ഈ സമയത്താണ് കേട്ടോ. അപ്പോൾ അതാ കേക്കൊക്കെ നല്ല കറക്റ്റ് ഷേപ്പായി മിനുസപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി എന്താ കേക്കിനെ നമുക്ക് കുറച്ചും കൂടെയൊക്കെ ഡിസൈൻ ചെയ്ത് ഭംഗി കൂട്ടണമല്ലോ. അപ്പോൾ സ്പാച്ചുല ഡിസൈനാണ് ചെയ്യണത്. അപ്പോൾ അതാ കണ്ട സ്പാച്ചുല അങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ടേൺ ടേബിൾ നല്ല സ്പീഡിൽ ഇങ്ങനെ കറക്കി കൊടുത്താൽ മതിട്ടാ. ഇത്ര സ്പീഡ് കറക്കണമെന്നൊന്നുമില്ല, മേലെ കറക്കിയാലും മതി. അപ്പോൾ അതാ താഴെ മേലെ സ്പാച്ചുല ഡിസൈൻ വന്നിട്ടുള്ളത് കേട്ടോ. കണ്ടില്ലേ, അങ്ങനെ ഈ ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട്, അങ്ങനെ പ്ലെയിനായി കിടക്കണക്കാട്ടി ഭംഗി. അതേപോലെ നമ്മൾ ഓയിൽ ബ്രഷായിട്ട് സ്ഥിരം ചെയ്യാറുണ്ട്. ഞാൻ ഓയിൽ ബ്രഷിൻ്റെ ഡിസൈൻ എനിക്ക് നല്ല ഇഷ്ടമാട്ടോ. അപ്പോൾ എന്നും ചെയ്യുമ്പോൾ രസമില്ലല്ലോ. അപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചാണ് സ്പാച്ചിൽ വെച്ചിട്ടാ. കണ്ടു ഞാൻ പറഞ്ഞില്ല ഗേളിൻ്റെ ഫോട്ടോ ഒക്കെ ഒപ്പിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതാ ഈ ഗേളിൻ്റെ ഇത് ഒരു സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ആ ഹെഡ് ഭാഗം ഉണ്ടല്ലോ, നെക്കിൻ്റെ ഷോൾഡറിൻ്റെ ഒക്കെ ആ ഭാഗം മുകളിലേക്കായിട്ട് ഇങ്ങനെ വരണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു സാധാരണ ഒരു ഡിസൈൻ അങ്ങനെ വരില്ലേ. പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് മുകളിൽ കൊടുക്കുന്നുണ്ട്, ചിലർ ബോൾസ് കൊടുക്കണം. ഞാൻ ഏതായാലും ഫ്ലവർ ആയിക്കോട്ടെ, ഏതായാലും ഒരു പുതിയ തുടക്കല്ലേ ജീവിതത്തിൻ്റെ. അപ്പോൾ ഒരു ഫ്ലവർ തന്നെ ആയിക്കോട്ടെ, ബോളിൽ തുടങ്ങണ്ട വിചാരിച്ച്. അപ്പോൾ കുറച്ച് പിയോണിൻ്റെ വലിയ ഫ്ലവറും ചെറിയ ഫ്ലവറൊക്കെ ആഡ് ചെയ്തിട്ട് ബ്രെഡ് ട്യൂബിൻ്റെ ടോപ്പർ ഒക്കെ വെച്ചിട്ട് കുറച്ച് ഷുഗർ ബോൾസ്, വൈറ്റ് ഷുഗർ ബോൾസും ഇടയിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്കിന് നല്ല മൊഞ്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. കേക്കൊക്കെ അവർക്കെല്ലാം ഇഷ്ടമായിരുന്നു കേട്ടോ. കേക്കൊക്കെ കട്ടിങ്ങിൻ്റെ വീഡിയോ ഒക്കെ വിട്ടുന്നതിനും, പക്ഷേ ഞാൻ ഇതിലൊന്നും ആഡ് ചെയ്യണില്ല. കാരണം അവരെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും കൂടി ഉള്ളൊരു വീഡിയോ തന്നെ. അപ്പോൾ പിന്നെ അത് എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ലല്ലോ നമ്മൾ ഇതിൽ ആഡ് ചെയ്താൽ. അപ്പോൾ നമ്മൾ കേക്ക് മേക്കിങ്ങിൻ്റെ വീഡിയോസ് മാത്രം ഇതിൽ ആഡ് ചെയ്യണം കേട്ടോ. പിന്നെ അതാ കേക്ക് ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ കൊടുത്ത ടോപ്പേഴ്സ് ഉണ്ടല്ലോ ഒക്കെ ഞാനിപ്പോൾ അത് പറിച്ചെടുത്തിട്ട് വേറെ കവറിലാക്കിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. കഴിഞ്ഞിട്ട് അവർക്ക് ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട്, ഇതുപോലെ അതിൽ ഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.